അപ്പോൾ നമ്മൾ സീരീസ് 3 സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഓൾറെഡി 2 നിയമങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്നവരെ സീരീസ് 1, 2 കാണാതെ ഇത് കാണരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഈസാരാമിൻ്റെ നിയമം പഠിച്ചു, ഹാസ് ഹാവ് ഹാഡിൻ്റെ നിയമം പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡു ഡസ് ഡിഡിൻ്റെ നിയമമാണ് കേട്ടോ. ഈ 3 ക്ലാസ്സുകളോട് കൂടിയിട്ട് നമ്മൾ എന്താണ് ഈ ഈസാരാം, ഡു ഡസ് ഡിഡ്, ഹാസ് ഹാവ് ഹാഡ്, ഇതിന് 3 നമുക്ക് നിയമങ്ങളുള്ളത് ഇംഗ്ലീഷിൽ കേട്ടോ. മെയിനായിട്ടുള്ള നിയമങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ പറയില്ലേ, അപ്പോൾ ഡു എന്തിനാണ് അവിടെ ചേർത്തത്, ഡസ് എന്തിനാണ് അവിടെ ചേർത്തത്, ഈസാരാമിന് എന്താണ് അങ്ങനെ നിയമം എന്നൊക്കെ ഇങ്ങനെയുള്ള ഹാസ് ഹാവ് ഹാഡ് എവിടെ, ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഇതൊക്കെ നിയമങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. എല്ലാ ഗ്രാമറും സെൻറ്റൻസും എല്ലാം തുടങ്ങുന്നതിന് മുന്നേ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുന്ന ആദ്യത്തിലൊരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ. ഇതാണ് ഞാൻ 3 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയോട് കൂടിയിട്ട് നമ്മൾ നിയമങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡു ഡസ് ഡിഡിൻ്റെ നിയമമാണ് കേട്ടോ. ഡു ഡസ് ഡിഡ്, ഡു ഡസ് ഡിഡ് ഇതിൻ്റെ നിയമമാണ് ഇത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും മലയാളം മീനിങ്ങോ ഇതിൻ്റെ സെൻറ്റൻസ് മേക്കിങ്ങോ ഒന്നും അല്ല പഠിപ്പിക്കണേ. നിയമം മാത്രമാണ് ഈ 3 വീഡിയോകളിലുള്ളൂ കേട്ടോ. അല്ലാണ്ട് സെൻറ്റൻസ് എങ്ങനെ വന്നു, ഇതിൻ്റെ ട്രാൻസ്ലേഷൻ എന്താണ്, ഇതൊന്നും ഞാൻ പഠിപ്പിക്കണില്ല കേട്ടോ. ബേസിക്കലി ഡു ഡസ് ഡിഡിൻ്റെ ഡൂവിൻ്റെ ഡസിൻ്റെ മീനിങ് എന്ന് പറയണത് ചെയ്യുക എന്നും അതിൻ്റെ പാസ്റ്റാണ് ഡിഡ് കേട്ടോ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു എന്നുമാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അത്രയൊന്നും ഞാൻ ഇപ്പോൾ പഠിപ്പിക്കണില്ല, ഇതതിനെ പറ്റിയിട്ടുള്ള ക്ലാസ് അല്ല. പക്ഷെ ഞാൻ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഡൂയിൻ്റെ ഡസിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ചെയ്യുക എന്നും ഡൂയിൻ്റെ ഡസിൻ്റെ പാസ്റ്റ് കഴിഞ്ഞുപോയ കാലത്തെ സൂചിപ്പിക്കുന്നതാണ് ഡിഡ്. അപ്പോൾ ചെയ്യുക എന്നതിൻ്റെ കഴിഞ്ഞുപോയ കാര്യം എന്താ, ചെയ്തു അല്ലേ. ചെയ്തു എന്ന് പറയാനാണ് ഡിഡ് യൂസ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ അത് വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നിയമത്തിലേക്ക് കിടക്കാം. എന്താണ് ഇതിൻ്റെ നിയമം എന്നുള്ളത്? നിയമം ഇതാണ്: ഐ, യു, വി, ദേ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഡു ചേർക്കണം. ഹി, ഷീ, ഇറ്റ് പേര് വരുമ്പോൾ ഡസ് ചേർക്കണം. ഇതാണ് നിയമം. വളരെ സിമ്പിളാണ് കേട്ടോ. ഐ യു വി ദേ വരുമ്പോൾ ഡു ചേർക്കണം, ഹി ഷീറ്റ് വരുമ്പോൾ ഡസ് ചേർക്കണം എന്നുള്ള നിയമം എല്ലാത്തിനും ഒരേ നിയമമാണ്. ഐ യു വി ദേ വരുമ്പോൾ ഹാവ് ചേർക്കണം, ഹി ഷീറ്റ് വരുമ്പോൾ ഹാസ് ചേർക്കണം എന്ന് പറയുന്ന നിയമം ഉണ്ടല്ലോ, സെയിം തന്നെയാണ് ഇതിലും. എന്താണ്, ഐ യു വി ദേ വരുമ്പോൾ ഡു ചേർക്കണം, ഹി ഷീറ്റ് വരുമ്പോൾ ഡസ് ചേർക്കണം. ഓക്കെ, അതിനൊരു എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നോക്കുക നിങ്ങൾ, ഷീ, ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഡസ് എന്ന് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഹാസ് ഹാവിലാണെങ്കിലും എസ്, ഷീ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഹാസ് ആഡ് ചെയ്യുക. ഇങ്ങനെയൊന്നും ഇല്ലാട്ടെ, ഞാൻ വെറുതെ ഒരു എളുപ്പ വഴി ഇങ്ങനെ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ടും ഓർത്ത് വയ്ക്കുക. ഐ യു വി ദേ വരുമ്പോൾ ഡു ചേർക്കുക, ഹി ഷീറ്റ് വരുമ്പോൾ ഡസ് ചേർക്കുക. ഐ ഡു എന്നേ പറയാൻ പാടുള്ളൂ, എന്ത് പറയാൻ പാടില്ല, ഐ ഡസ് എന്ന് പറയാൻ പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ദേ ഡു എന്നേ പറയാൻ പാടുള്ളൂ, ദേ ഡസ് എന്ന് പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഹി ഡു എന്ന് പറയരുത്, ഹി ഡസ് എന്നേ പറയാൻ പാടുള്ളൂ. ഇത് നിയമമാണ്. എന്തിനാണ് അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. പഴയ കാലത്ത് എഴുതപ്പെട്ട ട്രഡീഷണൽ ആയിട്ടുള്ള ഗ്രാമർ നമ്മൾ ഇന്നും ഫോളോ ചെയ്യുന്നു എന്ന് മാത്രമാണ് കേട്ടോ. അല്ലാതെ ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു റീസണോ കാരണങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ നിയമം ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ഐ യു വി ദേ വരുമ്പോൾ ഡു ചേർക്കുക, ഹി ഷീറ്റ് വരുമ്പോൾ ഡസ് ചേർക്കുക. ക്ലിയർ ആണല്ലോ? വളരെ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്ലാസ് മുതൽ സെൻറ്റൻസ് പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്, ട്രാൻസ്ലേഷൻസ് പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.